നമസ്കാരം. NIOS-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ബുക്കിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്ന അതിൽ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് ഡിഫൈൻ സർഫസ് ടെൻഷൻ, define surface tension and unit and its dimension. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ എന്താണെന്ന് സർഫസ് ടെൻഷന് ഡിഫൈൻ ചെയ്യാൻ വേണം. അതിനൊപ്പം അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ ഡയമെൻഷൻ സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷനും എഴുതണം. ഈ 3 കാര്യങ്ങളാണ് എ പാർട്ടിൽ വരുന്നത്. അതിന് 2 മാർക്കാണ്. അതേപോലെ ബി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the mosquito sitting on the surface of the water doesn't sink. Why? എന്നായിരുന്നു 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ സർഫസിൽ വാട്ടർ സർഫസിൽ ഇരിക്കുന്ന മോസ്കിറ്റോസ് ഒരിക്കലും വെള്ളത്തിന് ഉള്ളിലേക്ക് സിങ്ക് ചെയ്ത് പോകുന്നില്ല, അല്ലെങ്കിൽ മുങ്ങി പോകുന്നില്ല. എന്തുകൊണ്ട്? ഇപ്പൊ മഴക്കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, മഴ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ മുകളിലൊക്കെ കൊതുക് നിന്ന് മുട്ടയിടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കൊതുക് ചെന്ന് മുട്ടയിടും, അല്ലെങ്കിൽ കൊതുക് അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അത് ആ വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങി പോകുന്നില്ല? അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. അതിന് 2 മാർക്കാണ്. അത് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ആണ് നമ്മളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ, ഒരു സർഫസ് ടെൻഷൻ, ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 പാർട്ടായിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എ പാർട്ട് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് അതിൻ്റെ ഒപ്പം തന്നെ ഡയമെൻഷൻസും എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ബി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ മോസ്കിറ്റോസ് സർഫസ്, വെള്ളത്തിന്റെ സർഫസിൽ മോസ്കിറ്റോസ് ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് അത് വെള്ളത്തിനുള്ളിലേക്ക് സിങ്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മുങ്ങിപ്പോകുന്നില്ല, വിത്ത് ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ വരച്ചിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഡയഗ്രമായിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള 2 മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ മൊത്തം 2 പാർട്സിനും കൂടി 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ആദ്യം സർഫസ് ടെൻഷൻ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. Surface tension is a property of liquid surface due to which it has a tendency to decrease its surface area. അപ്പോൾ മെയിനായിട്ട് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്ടർ, ഏത് വാട്ടർ ആണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, ഒരു ടെൻഷൻ, ഒരു ഫോഴ്സ് ആണ്. ദാറ്റ് മീൻസ് മാക്സിമം അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കണം. സർഫസ് ഏരിയ എത്രത്തോളം അതിന് കുറയ്ക്കുന്നോ അതിനനുസരിച്ച് അതിന് കൂടുതൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് അതിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഏരിയ, സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ആ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ നോക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സർഫസ് ടെൻഷൻ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് സർഫസ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡിക്രീസ് ഇറ്റ് സർഫസ് ഏരിയ. അപ്പൊ ആ ഒരു സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യാണ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എനർജി മാക്സിമം കുറയ്ക്കുക. എനർജി എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഏരിയ കുറയ്ക്കുകയാണ്. ആ കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ആ കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫിനോമിനലി ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ആ ഒരു ഇക്വേഷനും കൂടി വേണമെങ്കിൽ നമുക്ക് എഴുതാം. സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, S is equal to F/L എന്നും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അതായത് സർഫസ് ടെൻഷൻ പ്രോപ്പർട്ടി ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്ത ഫിനോമിനലി ഡിഫൈൻ ചെയ്തത് എഴുതിയതിനൊപ്പം തന്നെ വേണമെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് ഈ ഒരു ഇക്വേഷനും എഴുതി വെക്കാം, S is equal to F/L. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇക്വേഷനും ഡയമെൻഷനും എഴുതാൻ പറ്റും. ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻ ന്യൂട്ടനും ലെങ്ത്തിന്റെ ഇക്വേഷൻ മീറ്ററും ആണ്. ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -1 എന്നുള്ളതാണ് SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -1. അപ്പൊ പെട്ടെന്ന് നമുക്ക്
യൂണിറ്റ് ഓർത്ത് കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷന് ശേഷം ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർമ്മ വെച്ചാൽ മതി. സർഫസ് ടെൻഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ എക്സ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ലെങ്ത്തിന്റെ മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്ററിന് എഴുതിയാലും ഓക്കെ, ഇതിനെ ഇപ്പൊ ന്യൂട്ടൺ പെർ മീറ്ററിന് എഴുതിയാലും ഇറ്റ് മീൻസ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് SI യൂണിറ്റ്. അപ്പൊ നമ്മള് ഫസ്റ്റ് എ പാർട്ടിലെ സർഫസ് ടെൻഷൻ ഡിഫൈൻ ചെയ്തു, അതേപോലെ അതിന്റെ SI യൂണിറ്റും കണ്ടുപിടിച്ച് എഴുതി. ഇനി അതിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻ കൂടി എഴുതാൻ പറയുന്നത്. അപ്പൊ ഡയമെൻഷൻ നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഡയമെൻഷൻ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം മാസും ആക്സിലറേഷനും ആണ്. അപ്പൊ m മാസും ആക്സിലറേഷൻ ആണ്, m T⁻² എന്നുള്ളതാണ് എന്തിന്റെ ഇക്വേഷൻ വരിക, ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ടൈം. അപ്പൊ ഇത് എങ്ങനെയാണ് m T⁻² എന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ മാസ് എന്ന് പറയുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ M ആയിട്ടാണ് അതിന്റെ ഡയമെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എടുക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദാറ്റ് ഇസ് L/T ആണ് എന്തിന്റെ വരിക, വെലോസിറ്റി എന്ന് പറയുന്നതിന് L/T ആണ് വരിക. അപ്പൊ ആക്സിലറേഷന്റെ വരുമ്പോ ഒരു T എന്ന് പറയുന്ന ടേം കൂടി എക്സ്ട്രാ വരും. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ L T⁻² എന്ന് വരും. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മീൻസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറയുന്നത് L/T ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L/T ആണെങ്കിൽ ഒരു T കൂടി വരും. അപ്പൊ അത് എന്തായിട്ട് എഴുതാൻ പറ്റും, L 2T മുകളിലേക്ക് പോകുമ്പോൾ T⁻² എന്ന് വരും. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ എന്ന് പറയുന്നത് L T⁻² ആണ് ഡയമെൻഷൻ, മാസിന്റെ ക്യാപിറ്റൽ M ആണ്. അങ്ങനെ ഫോഴ്സിന്റെ ഡയമെൻഷൻ M L T⁻² ആണ്. അതേ ലെങ്ത്തിന്റെ ഡയമെൻഷൻ L തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ഹോൾ ഡിവൈഡഡ് ബൈ L ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 L ക്യാൻസൽ ചെയ്തു. അപ്പൊ 2 L ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് M T⁻² ആണ്. അപ്പൊ സർഫസ് ടെൻഷന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് S ഈക്വൽ ടു M T⁻² ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. സർഫസ് ടെൻഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതി, യൂണിറ്റും ഡയമെൻഷനും എഴുതി. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് മോസ്കിറ്റോ സർഫസിൽ ഇരിക്കുമ്പോൾ അത് സിങ്ക് ചെയ്യാത്തത്, സർഫസിൽ ഇരിക്കുന്ന മോസ്കിറ്റോ സിങ്ക് ചെയ്യാത്തത് എന്നുള്ളതിന് ഉള്ള ആൻസർ ആണ് നമുക്ക് എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ വിത്ത് ആൻ ഡയഗ്രാം ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡയഗ്രാം എന്ന് പറയുന്നത് നോക്കാം. അപ്പൊ അത് നമ്മള് ആദ്യം ജസ്റ്റ് വാട്ടർ കണ്ടിട്ട് കൊടുക്കാം. ഇതാണ് ആ സർഫസ്, വാട്ടറിന്റെ സർഫസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് പിക്ചർ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതാണ് കൊതുകിന്റെ കാല്. നോക്കി ജസ്റ്റ് നമ്മൾ ഡിനോഷൻ നമുക്ക് അറിയാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ് ഡിനോഷൻ. തീറ്റ ഇപ്പൊ ഇത് ഓരോന്നും ഡിഫൈൻ ചെയ്യാം. ഇത് T sin തീറ്റ, ഇത് T, ഇത് T cos തീറ്റ, ഇത് T sin തീറ്റ, ഇത് മോസ്കിറ്റോ ലെഗ്. ഇങ്ങനെയാണ് ആ പിക്ചർ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് മോസ്കിറ്റോന്റെ ലെഗ് ആണെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ വരച്ചിട്ട് ചെയ്യാം. അപ്പൊ റെയിനി സീസണിൽ അപ്പൊ നമുക്കറിയാം ഇതുപോലെ ഫ്രഷ് ആൻഡ് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടറിൽ ഇതുപോലെ മോസ്കിറ്റോസ് അതിന്റെ സർഫസിൽ ഇരിക്കുമ്പോൾ അത് സിങ്ക് ചെയ്യുന്നില്ല.
അതിന് കാരണം എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് സിങ്ക് ഇൻ വാട്ടർ. കാരണം ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ. അവിടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മോസ്കിറ്റോസ് ഇവിടെ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് സിങ്ക് ചെയ്യാൻ പറ്റാത്തത്. കാരണം ഇത് മോസ്കിറ്റോയുടെ ലെഗ് ടച്ച് ചെയ്യുന്ന ആ സർഫസ് എന്ന് പറയുന്ന ലിക്വിഡിന്റെ സർഫസ് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ടെൻഷൻ, സർഫസ് ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ ഈ മോസ്കിറ്റോന്റെ ലെഗ് പെടുന്ന ആ ഭാഗത്ത് ആ വെയിറ്റ് ഓഫ് ദ മോസ്കിറ്റോ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസ് ടെൻഷൻ യൂസ് ചെയ്തിട്ട് ഈ സർഫസ് കോൺകേവ് ഷേപ്പായിട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞൊരു രീതിയിലേക്കായിട്ട് മാറും. അതല്ലാതെ ഒരിക്കലും ആ സർഫസ് ടെൻഷൻ ബ്രേക്ക് ചെയ്തിട്ട് ആ മോസ്കിറ്റോന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ വെയിറ്റ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ, ആ സർഫസിലെ ലിക്വിഡിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് അതിനൊരു കോൺകേവ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സർഫസ് ടെൻഷനെ ഓവർകം ചെയ്ത മോസ്കിറ്റോനെ അതിനുള്ളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫ്രീ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റും ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ബാലൻസസ് ദ വെയിറ്റ് ഓഫ് ദ മോസ്കിറ്റോ. അപ്പൊ ഈ വെർട്ടിക്കലി അപ്വേർഡ് മൂവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്വേർഡ് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ മോസ്കിറ്റോന്റെ വെയിറ്റിനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ അവിടെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സിങ്ക് ചെയ്യാതെ. അപ്പൊ മെയിൻ ആയിട്ട് എഴുതേണ്ട പോയിന്റ്സ് ഇത് വരച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഒന്ന് ലിക്വിഡിന്റെ സർഫസ് ടെൻഷനുള്ള പ്രോപ്പർട്ടി കൊണ്ടാണ് ഇവിടെ സിങ്ക് ചെയ്യാത്തത്. അപ്പൊ ഈ സർഫസുമായിട്ട് ഈ മോസ്കിറ്റോന്റെ ലെഗ് കോൺടാക്റ്റിൽ വരുമ്പോൾ അവിടെ സർഫസ് ടെൻഷൻ കാരണം ഈ സർഫസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മോസ്കിറ്റോന്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ സർഫസ് കോൺകേവ് ഷേപ്പിലേക്ക് മാറുകയാണ് ചെയ്യുക. കോൺകേവ് ഷേപ്പിലേക്ക് മാറുകയും അവിടെ ഈ കോൺടാക്ട് ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും. വെർട്ടിക്കലി അപ്വേർഡ് ഫോഴ്സ് ആണ് വെള്ളത്തിൽ നിന്ന് ആക്ട് ചെയ്യുക. ആ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഓഫ് ദ മോസ്കിറ്റോ എന്ന് പറയുന്നതിനെ ബാലൻസ് ചെയ്യും. രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാത്തത്, മോസ്കിറ്റോ സിങ്ക് ചെയ്യാത്തത്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ പിക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക്കലിയും കൂടി റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്സ് ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സർഫസ് ടെൻഷനും അതിന്റെ യൂണിറ്റും ഡയമെൻഷനും നമ്മൾ പഠിച്ചു. സെയിം വേ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞ മോസ്കിറ്റോന്റെ ഗെയിം. ഇതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഡിസ്കഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.